യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഈ ലോകത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെ അടയാളങ്ങളായി യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഈ അടയാളങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, ഈ ലോകത്തിൽ നടക്കുന്നതായ അടയാളങ്ങൾ. രണ്ട്, യഹൂദന്മാരുടെ ഇടയിൽ നടക്കുന്ന അടയാളങ്ങൾ. മൂന്ന്, സഭയിൽ നടക്കുന്നതായ അടയാളങ്ങൾ. ഈ സഭയിൽ നടക്കുന്ന അടയാളങ്ങൾ ഈ വീഡിയോയിലൂടെ അതിൻ്റെ അഞ്ചാമത്തെ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇത് IAGM എക്കോ. ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്യുകയും എന്റെ സ്നേഹവന്ദനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപ് സഭയിൽ നടക്കുന്ന അടയാളങ്ങൾ 4 കൂട്ടം കാര്യങ്ങൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദയവായി ഒന്ന് ശ്രമിച്ചാൽ ഈ വീഡിയോയിലൂടെ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ 5ാമത്തെ അടയാളത്തെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവീൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് ഇതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. സഭയിൽ നടക്കുന്ന അടയാളങ്ങളിൽ 5ാമത്തെ അടയാളം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റു വരും എന്നാണ് യേശു പറഞ്ഞത്. പ്രവാചകൻ എന്ന പദത്തിന് അതിന്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ പ്രധാനമായി 2 പദപ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നബി എന്നുള്ളതായ പദം. ഈ നബി എന്നുള്ളതായ പദം അരാമ്യ ഭാഷയിൽ നബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം പ്രവാചകൻ എന്നാണ്. എന്നാൽ എബ്രായ ഭാഷയിലുള്ള 2ാമത്തെ പദം റോയക് എന്നാണ്. റോയക് എന്ന പദത്തിന് ദർശകൻ, എസിയർ. 4 രീതിയിലുള്ള പ്രവാചകന്മാരെ കുറിച്ച്. ഒന്ന്, യഥാർത്ഥ സത്യപ്രവാചകന്മാർ. യെരമ്യാവിന്റെ പ്രവചനം 28-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ. 2ാമത്തത് കള്ളപ്രവാചകന്മാർ. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 25-ാം വാക്യം, 28-ാം അധ്യായം 15-ാം വാക്യം, 23-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഇതുപോലെ ധാരാളം വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ എന്നുള്ള പദം കൊടുത്തിട്ടുണ്ട്. 3ാമത്തത് തങ്ങളുടെ ഹൃദയ വഞ്ചനകളെ വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കാതെ തങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ആശയങ്ങളെ അവർ വഞ്ചകമായി പ്രവചിക്കുന്ന പ്രവാചകന്മാരെ കുറിച്ച് തിരുവചനത്തിൽ കാണുന്നുണ്ട്. യെരമ്യാവിന്റെ പ്രവചനം 23-ാം അധ്യായം 16 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായി 26-ാം വാക്യം, യെരമ്യാവ് 14-15 വാക്യം, എഹെസ്കേൽ 13-ാം അധ്യായം 1 മുതൽ 9 വാക്യങ്ങൾ, പ്രത്യേകമായി 3-ാം വാക്യം. ഈ വാക്യങ്ങളിൽ ദൈവം സംസാരിക്കാതെ തങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വഞ്ചകത്തെ അല്ലെങ്കിൽ ആശയങ്ങളെ അവർ പ്രവചനമായി പ്രവചിക്കുന്നവരെ കുറിച്ചാണ് അവിടെ കാണുന്നത്. ഇനി 4ാമത്തെ വിഭാഗം മറ്റുള്ളവർക്ക് അനുകൂലമായി, മറ്റുള്ളവർക്ക് നന്മയായി പ്രവചിക്കുന്നവർ. അത് ദൈവം പറഞ്ഞിട്ടല്ല, അവർ തന്നെ മറ്റുള്ളവർക്ക് അനുകൂലമായി പ്രവചനം പറയുന്നവർ. 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം. ഇങ്ങനെ പ്രവാചകന്മാരെ പ്രധാനമായി 4 തരത്തിൽ വേർതിരിച്ചിരിക്കുന്നു. 1, സത്യപ്രവാചകന്മാർ. 2, കള്ളപ്രവാചകന്മാർ. 3, തങ്ങളുടെ ഹൃദയത്തിലുള്ള വഞ്ചകത്തെ, ആശയങ്ങളെ പ്രവചനമായെടുത്ത് പറയുന്നവർ. മറ്റുള്ളവർക്ക് അനുകൂലമായി നന്മയ്ക്കു വേണ്ടി പ്രവചനം പറയുന്നവർ.
ഇങ്ങനെ 4 കൂട്ടം പ്രവാചകന്മാരെ തിരുവചന വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തു സത്യപ്രവാചകൻ എന്ന് മോശ എടുത്തു പറയുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, 18-ാം വാക്യം, 19-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇനി 18-19 വാക്യങ്ങൾ. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എന്റെ വചനങ്ങളെ അവന്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ഈ വാക്യത്തിൽ മോശ പറയുകയാണ്, തന്നെ പോലെ ഒരു പ്രവാചകന് കർത്താവ് എഴുന്നേൽപ്പിക്കും, അവന് ചെവി കൊടുക്കണം, അവന്റെ കൽപ്പനകളെ കേൾക്കണം എന്ന് പ്രവചനാത്മാവിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ യേശു ക്രിസ്തു സാക്ഷാൽ സത്യപ്രവാചകൻ തന്നെയാണ്. ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ നിയമത്തിൽ കള്ളപ്രവാചകന്മാരായി പ്രവർത്തിച്ചവർ സംഖ്യാപുസ്തകം 22-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരയ്ക്കും പഠിച്ചാൽ അവിടെ ബിലയാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, രണ്ടാമത്തത് ബാലിന്റെ പ്രവാചകന്മാർ, 450 പ്രവാചകന്മാർ ഉള്ളതായി 1 രാജാക്കന്മാർ 18-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണാം. മൂന്നാമത്തത് യാവിന്റെ മകനായ സിദെക്കിയാവും അവനെ അനുഗമിച്ചിട്ടുള്ള പ്രവാചകന്മാരും, അവരെ കുറിച്ച് 2 ദിനവൃത്താന്തം 18-ാം അധ്യായം 10-ഉം 11-ഉം വാക്യത്തിൽ കാണാം. നാലാമത്തത് ഹനനിയാവ്, യെരമ്യാ പ്രവചനം 28-ാം അധ്യായം. അഞ്ചാമത്തത് യെരമ്യാവിന്റെ കാലഘട്ടത്തിലുള്ള അനവധി പ്രവാചകന്മാർ, യെരമ്യാ പ്രവചനം 6-ാം അധ്യായം 13-ാം വാക്യം, 8-ാം അധ്യായം 10-ാം വാക്യം. ആറാമത്തത് വേറെയും ചില കള്ളപ്രവാചകന്മാർ ഉണ്ട് എന്ന് ദൈവം പറയുവാനിടയായി, യെഹെസ്കേൽ പ്രവചനം 13-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ പഴയ നിയമത്തിൽ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പ്രധാനമായി 6 കൂട്ടം ആളുകളെ കുറിച്ച് എടുത്തു പറഞ്ഞു. ഇനി പുതിയ നിയമത്തിലും അതുപോലെ 4 കൂട്ടം വ്യക്തിത്വങ്ങളെ കാണാൻ കഴിയും. ഒന്ന് ബർയേസു, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6-ാം വാക്യം. 2 പൗലോസ് ചില കള്ളപ്രവാചകന്മാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു, 2 പത്രോസ് 2:1. മൂന്നാമത്തത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞു, മത്തായി സുവിശേഷം 22-ാം അധ്യായം 24, 25 വാക്യങ്ങൾ. ഇനി നാലാമത്തത് വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ അവിടെ കള്ളപ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 13-ാം വാക്യം, 19-ാം അധ്യായം 20-ാം വാക്യം, 20-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ കള്ളപ്രവാചകനെ കുറിച്ച് നമുക്ക് കാണാം. അങ്ങനെ പഴയ പുതിയ നിയമത്തിൽ അനവധി കള്ളപ്രവാചകന്മാർ ഉള്ളതായി തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ ചരിത്രത്തിന്റെ ഉടനീളം 21-ാം നൂറ്റാണ്ടിൽ അനേകർ കള്ളപ്രവാചകന്മാരായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഈ കള്ളപ്രവാചകന്മാരുടെ അവിടുതായ ഉദ്ദേശം എന്താണ്? ശ്രദ്ധിക്കണം. സാത്താൻ അവൻ തള്ളപ്പെട്ട ഒരു ദൂതനാണ്. അവരെക്കുറിച്ച് തിരുവചനം പറയുന്നത് അവൻ ഫോസ്ക് പറയുന്നവനും ഫോസ്കിന്റെ അപ്പനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ലോകം മുഴുവനും ഉള്ള ജനത്തെ ചതിക്കുന്നവനും വഞ്ചിക്കുന്നവനും എന്ന് കഴിയും. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഈ പിശാചിന്റെ അല്ലെങ്കിൽ സാത്താന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ കള്ളപ്രവാചകന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അവർ സത്യത്തെ തിരിച്ച് ദൈവത്തിന്റെ സത്യത്തെ കള്ളമാക്കുന്ന ഒരു പ്രവണത പ്രവർത്തിക്കുന്നവരാണ്
ഇവർ ചെയ്യുന്നത്. അപ്പൊ ഈ കള്ളപ്രവചനത്തിലൂടെ ദൈവത്തിന്റെ സത്യത്തെ അവർ തിരിച്ചു പറയുന്നു, അസത്യത്തെ സത്യമെന്ന് അവൻ സാധിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൽ വിശ്വാസമുള്ളവരെ പോലും അവർ അധൈര്യപ്പെടുത്തി അവിശ്വാസത്തിലേക്ക് നയിച്ച് സത്യമായുള്ള സ്വർഗീയ സന്തോഷത്തെയും നിത്യജീവനിലേക്ക് അവരെ വിടാതെ വണ്ണം തെറ്റിച്ച് കളയുന്ന ഒരു പ്രവണതയിലേക്ക് നയിക്കുന്നതാണ് ഈ കള്ളപ്രവാചകന്മാരുടെ ഉദ്ദേശമെന്ന് പറയുന്നത്. യഥാർത്ഥ സത്യപ്രവാചകന്മാരാരും കള്ളപ്രവാചകന്മാരാരും ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചോദ്യം എഴുന്നേറ്റ് വരും. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിനെക്കുറിച്ച് ഏകദേശം 11 കൂട്ടം കാര്യങ്ങൾ തിരുവചന വെളിച്ചത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ജഡത്തിൽ വന്ന യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നും രക്ഷിതാവ് എന്നും ഏറ്റുപറയാതെ അവനെ നിഷേധിക്കുന്നവർ കള്ളപ്രവാചകന്മാരെന്ന് ദൈവവചനം പറയുന്നു. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ കള്ളപ്രവാചകന്മാരെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഈ കള്ളപ്രവാചകന്മാരെ എങ്ങനെയാണ് തിരിച്ചറിയുക? ജഡത്തിൽ വന്ന യേശു ക്രിസ്തു ദൈവപുത്രൻ, അവൻ രക്ഷിതാവ്, അവൻ മശിഹ എന്ന് അംഗീകരിക്കാത്ത ഏത് ആത്മാവും അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവെന്നും വ്യാജാത്മാവെന്നും പിശാചിന്റെ ആത്മാവ് എന്നും അപ്പോസ്തലനായ യോഹന്നാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് ലോകത്തിൽ വിവിധമായുള്ള ഉപദേശങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യന്റെ പാപപരിഹാരാർത്ഥം ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാതെ ധാരാളം വിഭാഗക്കാരുണ്ട്. ചിലർ പറയുന്നത് യേശു എന്ന് പറയുന്ന രക്ഷിതാവല്ല, അവനൊരു പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യേശു ക്രിസ്തു യോസേപ്പിന്റെ പുത്രനാണ്, അവൻ ദൈവപുത്രനല്ല എന്ന് പറയുന്നവരുണ്ട്. യേശു ദൈവപുത്രൻ അല്ല, അവനൊരു പ്രവാചകനാണ് എന്ന് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ധാരാളം ക്രിസ്തീയ വിഭാഗക്കാർ പോലും ഇന്ന് നിലവിലുണ്ട്. കള്ളപ്രവാചകന്മാരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ജഡത്തിൽ വന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ, അവൻ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാതെ, അവൻ മശിഹ എന്ന് വിശ്വസിക്കാതെ പ്രവചിക്കുന്ന പറയുന്ന എല്ലാവരും കള്ളപ്രവാചകന്മാർ എന്നാണ്. അവർ വിശ്വസിക്കരുത് എന്നും അപ്പോസ്തലനായ യോഹന്നാൻ മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാമത്തത്, കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം? ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കള്ളപ്രവാചകന്മാർ അന്യദേവന്മാരെ സേവിപ്പാനും അനുകരിപ്പാനും അവരോടുകൂടെ പങ്കാളികളായിരിക്കാനും ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്.
മോശെ വളരെ വ്യക്തമായി പറയുകയാണ്, അന്യ ദേവന്മാരെ സേവിപ്പാനും അവരെ അനുകരിപ്പാനും അവരോട് ബന്ധം പുലർത്തുവാനും അവരോട് കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർ കള്ളപ്രവാചകന്മാരാണ്, അവരെ അനുകരിക്കരുത്, അവരുടെ വാക്ക് കേൾക്കരുത് എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. അങ്ങനെ പുതിയ നിയമത്തിൽ സത്യസുവിശേഷത്തിന് ചെവിചായ്ക്കുവാൻ വിടാതെ വണ്ണം ഒരു വ്യക്തി, ഒരു പ്രഗൽഭനായ മനുഷ്യനെ അവൻ തിരിച്ചുവിട്ടെന്ന് കാണാൻ കഴിയും. അവന്റെ പേര് ബർയേസു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവർ ദ്വീപിൽ കൂടി പാപ്പോസ് വരെ ചെന്നപ്പോൾ ബർയേസു എന്ന് പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യൂസ് പൗലൂസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ ബർന്നബാസിനെയും സൗലിനെയും വരുത്തി ദൈവദിനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ച്. അപ്പോൾ പൗലൂസ് എന്ന പേരുള്ള സൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലായോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. അപ്പോസ്തലനായ പൗലൂസ് തന്റെ മിസ്രൈ യാത്രയിൽ പാഫോസ് പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ സെർഗ്യൂസ് പൗലൂസ് എന്ന് പറയുന്ന ഒരു ദേശാധിപതി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ബർയേസു എന്ന് പറയുന്ന ഒരു യഹൂദ കള്ളപ്രവാചകൻ, അവൻ പൗലൂസിന്റെയും ബർന്നബാസിന്റെയും സുവിശേഷത്തെ കേട്ട് കർത്താവിനെ സ്വീകരിപ്പാൻ മനസ്സായിരുന്ന സെർഗ്യൂസ് പൗലൂസിനെ ഈ കള്ളപ്രവാചകൻ സത്യത്തിലേക്ക് സെർഗ്യൂസ് പൗൽ തിരിച്ചു പോകാതിരിപ്പാൻ വേണ്ടി അവനെ തെറ്റിച്ച് കളയുവാൻ പരിശ്രമിച്ചു. പൗലൂസ് അവനെ ശാസിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടെന്ന് കാണാൻ കഴിയും. അപ്പോൾ ബർയേസു ഒരു കള്ളപ്രവാചകൻ, അവൻ സത്യത്തെ നേരെ ജനത്തെ വിടാതെ വണ്ണം സത്യത്തിൽ നിന്ന് വഴി തെറ്റിപ്പിക്കുന്ന സ്വഭാവമുള്ളവനായ. രണ്ടാമത്തതൊരു ഉദാഹരണം വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ വായിച്ചു നോക്കുമ്പോൾ, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ച് അത് 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിനധികാരം എല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റ് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അവനോട് പ്രവർത്തിക്കുന്ന ഒന്നാണ് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. ഈ കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ പ്രധാനമായി 4 സ്വഭാവങ്ങൾ ഉള്ളതായി വെളിപ്പാട് 13, 11 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ കാണാൻ കഴിയും. ഒന്ന്, വലുസർപ്പത്തെ പോലെ ഈ കള്ളപ്രവാചകൻ സംസാരിച്ചു. ഈ വലുസർപ്പം എങ്ങനെയാണ് സംസാരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് എതിരായി ദുഷിക്കുകയും ദൈവത്തിന് എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വലുസർപ്പം. അതുപോലെ തന്നെ ഈ കള്ളപ്രവാചകനും ദൈവത്തെ ദുഷിക്കുകയും ദൈവനാമത്തെ ദൂഷിക്കുകയും ചെയ്തു. രണ്ടാമത്തത്, അവൻ തൻ്റെ മൃഗത്തിന്റെ അധികാരത്തെ മുഴുവനും അവൻ പ്രയോഗിച്ച് എതിർ ക്രിസ്തുവിനെ വണങ്ങുമാറാക്കി. മൂന്നാമത്തത്, ഈ കള്ളപ്രവാചകൻ വലിയ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്തു. നാലാമത്തത്, എതിർ ക്രിസ്തുവിന് ഒരു സ്വരൂപം ഉണ്ടാക്കണമെന്ന് ഭൂവാസികളോട് പറഞ്ഞ്
ജനത്തെ അങ്ങനെ പ്രേരിപ്പിച്ചു. അപ്പൊ ഈ കള്ളപ്രവാചകന്മാരുടേതായ ഈ സ്വഭാവം എന്ന് പറയുന്നത് അന്യദേവന്മാരെ സേവിപ്പാൻ വേണ്ടി അവരെ തിരിച്ചുവിടുന്നു. സത്യവിശ്വാസത്തിൽ നിന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടത്തുമ്പോൾ ജനം ഇത് കാണുമ്പോൾ ഇത് ദൈവത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് അവരെ അംഗീകരിപ്പാനും വിശ്വസിക്കാനും കടന്നുപോകും. അതിനെ അവർ മുതലെടുത്ത് സത്യ ദൈവത്തെ വിട്ട് അവരെ തെറ്റിച്ച് കളയുന്ന അനുഭവങ്ങളാണ്. ഇനി കള്ളപ്രവാചകന്റെ മൂന്നാമത്തെ അടയാളം, കൂലിക്കു വേണ്ടി അവർ പ്രവചന ശുശ്രൂഷ ചെയ്യുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം മുതൽ 27-ാം വാക്യം വരയ്ക്കും. യൂദാ എഴുതിയ ലേഖനം 11-ാം വാക്യം, 2 പത്രോസ് 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലിസായുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങുമെന്ന് പറഞ്ഞ്, അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്ന് അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റ്, സുഖം തന്നെയോ എന്ന് ചോദിച്ച് അതിനവൻ, സുഖം തന്നെ. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രൈം നാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ എന്ന് പറയുവാൻ എന്റെ യജമാനൻ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങൾ അതിന്റെ 27-ാം വാക്യം വരയ്ക്കും വായിച്ചു നോക്കുമ്പോൾ ഏലിസാ പ്രവാചകന്റെ കാലഘട്ടത്ത് അവനോട് കൂടെ നിന്ന ഗേഹസി ദ്രവ്യാഗ്രഹമുള്ളവനായി ഇരുന്നു. നയമാനെ പിന്തുടർന്ന് 1 ഫോസ്ക് പറഞ്ഞ് 2 നയമാന്റെ കയ്യിൽ നിന്ന് ദ്രവ്യം അവൻ ആഗ്രഹിച്ച് അത് വാങ്ങുകയും ചെയ്തു. തന്റെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എലിസാ പ്രവാചകൻ മുൻപിൽ വന്ന് വലിയ മാന്യനായി നിന്ന് പ്രവർത്തിക്കുക. നയമാന്റെ കുഷ്ഠരോഗം അവന്റെ മേൽ വരികയും ചെയ്തു എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ബിലെയാം പ്രവാചകൻ സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവൻ കൂലിക്കു വേണ്ടി ശുശ്രൂഷ ചെയ്തു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അതിനെക്കുറിച്ച് യൂദയുടെ ലേഖനം 11-ാം വാക്യത്തിലും 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യത്തിൽ കാണാം. അവൻ നേർവഴി വിട്ടുതെറ്റി ബെയോരിന്റെ മകനായ ബിലെയാമിന്റെ വഴി നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ച് എങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാതെ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിപ്രമത്തെ തടഞ്ഞുവല്ലോ. ഇനി യൂദാ ലേഖനം 11-ാം വാക്യത്തിൽ അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും എന്ന് നമുക്കവിടെ കാണാം. ഈ 2 വാക്യത്തിലും ബിലെയാം പ്രവാചകൻ കൂലി കൊതിച്ച് കൂലിക്കു വേണ്ടി അവൻ പ്രവചനം പറഞ്ഞു എന്നാണ്. കൂലിക്കു വേണ്ടി പ്രവചനം പറയുന്നവരുണ്ട്. വേലയാൾ കൂലിക്ക് യോഗ്യൻ എന്ന് തിരുവചനം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കൂലി ഉണ്ടെങ്കിൽ മാത്രമേ പ്രവചന ശുശ്രൂഷ നടക്കുകയുള്ളൂ, പ്രവചനം പറയുകയുള്ളൂ, ആലോചന പറയുകയുള്ളൂ എന്നുള്ള ചിന്താഗതി ദൈവവചനത്തിന് വിരുദ്ധമാണ്. അത് കള്ളപ്രവാചകന്മാരുടെ ഒരു അടയാളം കൂടെയാണ്. നമ്മുടെ ആത്മീയ ഗോളത്തിൽ ധാരാളം യഥാർത്ഥ പ്രവാചകന്മാർ കൂലി കൊതിക്കാതെ ആഗ്രഹിക്കാതെ ദൈവത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നവരുണ്ട്. അവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാരുടേതായ ഒരു അടയാളം എന്ന് പറയുന്നത് കൂലി ഉണ്ടെങ്കിൽ കൂലി കൊടുക്കും,
അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവചനം പറയുകയും അല്ല എങ്കിൽ ദൈവാലോചന ഒന്നുമില്ല എന്ന് മൂടിമറച്ച് പോവുകയും ചെയ്യുന്നവരും ഇന്ന് ആത്മീയഗോളത്തിലും ഇല്ലാതെയില്ല. ഇവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാണ് തിരുവചനം വ്യക്തമാകുന്നത്. യഥാർത്ഥ പ്രവാചകന്മാർ കൂലി ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും, കൂലി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയെ അവൻ നിറപടിയായി ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ കൂലിക്ക് വേണ്ടി പ്രവചനം പറയുന്ന ശുശ്രൂഷ ചെയ്യുന്നവർ അവർ കൂലി കിട്ടിയാലേ പ്രവചനം പറയുകയുള്ളൂ, പ്രവചനം വരികയുള്ളൂ എന്നുള്ള നിലപാടെടുക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവരെയാണ് കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്നത്. ഇനി പണത്തെ കൊതിച്ച് ആഗ്രഹിച്ച് അതിന് പുറകെ കേകസ്യെ പോലെ ജീവിക്കുന്ന അനേകരും ഈ കാലഘട്ടത്തിലുമുണ്ട്. ഇവരെയും സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് ദൈവവചനം പറയുന്നു. നാലാമത്തത് ആവർത്തന പുസ്തകം 18-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ പറയുന്ന പ്രവചനം അത് നടക്കുന്നില്ല എങ്കിൽ, അത് സംഭവിക്കുന്നില്ല എങ്കിൽ അവർ കള്ളപ്രവാചകന്മാർ എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്തതല്ല. പ്രവാചകൻ അത് സ്വയം കൃത്യമായി സംസാരിച്ചുവത്രേ, അവനെ പേടിക്കരുത്. ഒരു കള്ളപ്രവാചകന്റെ അടുത്ത അടയാളം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതേപടി അത് സംഭവിക്കുന്നില്ല എങ്കിൽ അവർ കള്ളപ്രവാചകന്മാർ എന്ന് ദൈവവചനം വ്യക്തമാക്കും. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാവും. യോന പറഞ്ഞ കാര്യം സംഭവിച്ചില്ലല്ലോ, അപ്പോൾ യോനാവും കള്ളപ്രവാചകനോ എന്ന് ചോദിച്ചാൽ, യോന പ്രവചന പുസ്തകം വായിച്ചു നോക്കുമ്പോൾ യോന കള്ളപ്രവാചകനല്ല. യോനയിലൂടെ ദൈവം നൽകിയ ദൂത് എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ പ്രവചനമാണ്, മാനസാന്തരത്തിന്റെ ദൂതാണ്. ജനത്തോട് മാനസാന്തരപ്പെടുവാൻ വേണ്ടി പ്രവചിക്കുവാൻ ദൈവം അവനെ അയച്ച് അവനത് നിനിവേ പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കുകയും ചെയ്തു, പ്രവചിക്കുകയും ചെയ്തു. ജനം ഉപവസിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് അനുദപിച്ച് ആ അനർത്ഥം അവിടെ വരുത്തിയില്ല. യോനാ പ്രവാചകൻ കള്ളപ്രവാചകനല്ല. എന്നാൽ ഇവിടെ പറയുന്നത് പ്രവാചകന്മാർ പറയുന്ന കാര്യം അത് നിവർത്തിക്കപ്പെടുന്നില്ല, സംഭവിക്കുന്നില്ല എങ്കിൽ അവർ കള്ളപ്രവചനം പറയുന്നു, അവർ കള്ളപ്രവാചകന്മാർ എന്നാണ് ആവർത്തനം 18-21-22 വാക്യങ്ങളിൽ കാണുന്നത്. ഈ കള്ളപ്രവാചകന്റെ 5-ാമത്തെ അടയാളം ജനത്തിന്റെ പാപത്തെ, ജനത്തിന്റെ അകൃത്യത്തെ എടുത്തു പറയുകയില്ല. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ അകൃത്യത്തെ അവർ വെളിപ്പെടുത്തുന്നില്ല. ഇപ്പൊ ജനത്തിൻ്റെതായ കുറവുകൾ, ജനത്തിൻ്റെതായ പാപങ്ങൾ, ജനത്തിന്റെ അകൃത്യങ്ങളെ എടുത്തു കാട്ടാതെ വെറും അനുഗ്രഹത്തെ മാത്രം പറഞ്ഞു പോകുന്ന പ്രവാചകന്മാർ കുറിച്ച് വാക്യം പറയുന്നു, അവർ വ്യാജ പ്രവാചകന്മാരെന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വളരെ ഭയപ്പെടുന്ന ഒരു വിഷയമാണ് ജനത്തിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും എടുത്തു പറയുവാൻ ഭയപ്പെടുന്ന വിഷയം. കാരണം ജനത്തിന്റെ കുറ്റവും കുറവുകളും എടുത്തു പറഞ്ഞാൽ, ചൂണ്ടിക്കാണിച്ചാൽ ഒന്ന്
ചിലര് അത് യഥാർത്ഥമായി എന്നാൽ പോലും സമ്മതിക്കാതെ പ്രവാചകന്മാരോട് എതിർത്ത് കയർക്കുകയും കയർക്കുകയും ഇടപെടുകയും അവരെ കള്ളപ്രവാചകന്മാരെന്ന് വിലകൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഇന്ന് വേറൊരു കാര്യം, ജനത്തിന്റെ കുറവുകളും കുറ്റങ്ങളെയും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശുശ്രൂഷകൾ വളരെ ചുരുങ്ങിപ്പോകും, നന്മകൾ ചുരുങ്ങിപ്പോകും എന്നുള്ള ഭയം കൊണ്ടും ജനത്തിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിപ്പാൻ പല പ്രവാചകന്മാരും മടി കാണിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനകത്ത് എതിർത്തുമ്പോൾ അവർ കള്ളന്മാരാക ജനത്താൽ മാറ്റപ്പെടുന്നു. അവർ അംഗീകരിക്കുന്നില്ല. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ പാപത്തെ നേരിട്ട് ഡയറക്റ്റായിട്ടല്ല എടുത്തു പറയുന്നത്, ഉദാഹരണത്തിലൂടെ കാര്യങ്ങളെ അവനെ ബോധ്യപ്പെടുത്തി താൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരിൽ ആവശ്യത്തിലും വളരെ ജ്ഞാനത്തോട് പെരുമാറേണ്ടതാണ് എന്നുള്ള സത്യാവസ്ഥയാണ്. നേരിട്ട് നീ പാപിയാണ്, ഇന്ന പാപം ചെയ്തിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിൽ വെച്ചും നേരിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിന് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ പ്രവാചകന്മാർ ആവശ്യത്തിലും ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ജനത്തിന്റെ കുറവുകളും കുറ്റങ്ങളെയും ചൂണ്ടിക്കാണിക്കാതെ ഇരുന്നാൽ, എടുത്ത് അവരെ ബോധ്യപ്പെടുത്താതെ ഇരുന്നാൽ, അങ്ങനെയുള്ളവർ വെറും അനുഗ്രഹത്തെ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയും ജനത്തിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും അവർക്ക് ബോധവരുത്തുവാൻ കഴിയാതെ ഇരിക്കുന്നവനെ കുറിച്ച് പറയുന്നത് കള്ളപ്രവാചകന്മാരുടെ അടയാളമാണ് എന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കള്ളപ്രവാചകന്മാരുടെ ആറാമത്തെ അടയാളം, വളരെയേറെ പ്രശംസ ഒരു പ്രവാചകന് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ അവർ വ്യാജ പ്രവാചകന്മാരുടെ അടയാളമുള്ളവരെന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുന്നത്. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. ഇപ്പൊ കള്ളപ്രവാചകന്മാരെ പിതാക്കന്മാർ വളരെ പുകഴ്ത്തി പറഞ്ഞു പ്രശംസിച്ചു എന്ന് യേശു അവിടെ എടുത്തു പറയുകയാണ്. ഒരു തരത്തിൽ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, കള്ളപ്രവാചകന്മാരെ ജനം വളരെ അംഗീകരിക്കുകയും അവരെ വളരെ പുകഴ്ത്തി പറയുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യും എന്ന് നമുക്ക് വചനം വ്യക്തമാക്കുന്നു. അപ്പൊ ഈ വക അനുഭവമുള്ളവരും കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ്. യഥാർത്ഥ പ്രവാചകന്മാർ അവരെ എത്ര പുകഴ്ത്തിയാലും അവർ പുകഴ്ത്തപ്പെടുകയുമില്ല, അതിനൊരു കാര്യമായി എടുക്കുകയുമില്ല. ചിലരാകട്ടെ അവർ പറയും, കർത്താവേ, സകല പുകഴ്ചയ്ക്കും മാനത്തിനും മഹത്വത്തിനും സ്തുതിക്കും യോഗ്യൻ അങ്ങ് മാത്രമാണ്, അങ്ങയ്ക്കു വേണ്ടി ആ പുകഴ്ചയെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ധാരാളം യഥാർത്ഥ പ്രവാചകന്മാരുമുണ്ട്. പക്ഷെ മനുഷ്യന്റെ പുകഴ്ചയും മനുഷ്യന്റെ പ്രശംസയും വളരെയേറെ ആഗ്രഹിക്കുന്നവരെ അടയാളം കാണേണ്ടതാണ്. അത് കള്ളപ്രവാചകന്മാരുടെ ഒരു ലക്ഷണമാണ്. ഇനി 7-ാമത്തെ കള്ളപ്രവാചകന്റെ അടയാളം, 1 രാജകുമാരുടെ പുസ്തകം 22-ാം അധ്യായം 13-ാം വാക്യം. മിഖായാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, നോക്ക്, പ്രവാചകന്മാരുടെ വാക്കുകൾ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു, നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റെതുപോലെ ഇരിക്കണം, നീയും ഗുണമായി പറയണമേ എന്ന് പറഞ്ഞു. അതിന് മിഖായാവ്, യഹോവയാണ് യഹോവ എന്നോട് അരുളി ചെയ്തത് തന്നെ ഞാൻ പ്രസ്താവിക്കും എന്ന് പറഞ്ഞു. ഈ അധ്യായം പഠിക്കുമ്പോൾ യെഹോശാഫാത്ത് രാജാവ് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ ചില പ്രവാചകന്മാരെ വിളിച്ച് വരുത്തി അവനൊന്ന് പ്രവചനം കേൾപ്പാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും രാജാവിനോട് പ്രവചനം പറയുകയാണ്. രാജാവേ, യുദ്ധത്തിന് പോകുക, നിനക്ക് വിജയം കിട്ടും, നീ ശത്രുക്കളെ ജയിക്കും എന്ന് പറയും.
എന്നാൽ ഇനി ആരെങ്കിലും പ്രവാചകന്മാരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മിഖായ എന്നറിയപ്പെടുന്ന പ്രവാചകനെ അവർ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ബാല്യക്കാർ മിഖായ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നേരത്തെ പറഞ്ഞ പ്രവാചകന്മാരെല്ലാവരും രാജാവിന് അനുകൂലമായി പറഞ്ഞിരിക്കുകയാണ്. അവരിൽ ഒരുത്തന്റെ വാക്കുപോലെ നിന്റെ വാക്കും അവർക്ക് ഗുണമായി, എന്ന് വെച്ചാൽ രാജാക്കന്മാർക്ക് ഗുണമായി പറയണം, തിന്മയായി ഒന്നും പറയരുത്, അവർക്ക് അനുകൂലമായി പറയണമെന്ന് അവരോട് കൽപ്പിക്കുവാനുണ്ട്. പക്ഷേ മിഖായ പറയുന്നത്, ദൈവം എന്നോട് പറയുന്നല്ലാതെ ഞാനൊന്നും പറയില്ല. ഇതിന് മനസ്സിലാക്കുന്നത്, കള്ളപ്രവാചകന്മാർ ദൈവത്തിന്റെ വാക്കു പറയുകയില്ല, മറിച്ച് മറ്റുള്ളവർക്ക് അനുകൂലമായി അവർക്ക് ഗുണകരമായി സംസാരിക്കുന്ന പ്രവാചകൻ, അവൻ കള്ളപ്രവാചകൻ എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. മറ്റുള്ളവർക്ക് അനുകൂലമായും അവർക്ക് യോജിച്ച നിലയിൽ അവരെ പ്രസാദിപ്പിക്കുവാൻ, അവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർക്ക് അനുകൂലമായി പ്രവചിക്കുന്ന പ്രവാചകന്മാർ, തിരുവചനം പറയുന്നവർ വ്യാജ പ്രവാചകന്മാരെന്നാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാർ മനുഷ്യന് അനുകൂലമായി പ്രവചനം പറയുവാനല്ല ദൈവം പ്രവാചകന്മാരെ നിയമിച്ചത്. ദൈവം പറയുന്ന വാക്ക് പ്രവചിക്കുവാൻ വേണ്ടിയാണ് ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചത്. പക്ഷേ അതിനെ മാറ്റിവെച്ചിട്ട് മനുഷ്യന് അനുകൂലമായി പ്രവചിച്ചാലേ നല്ല നന്മയും നല്ല ഓഹരിയും നല്ല വരുമാനവും ഒക്കെ ലഭിക്കും എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് അനുകൂലമായി. പക്ഷെ മിഖായ പറയുന്നത്, മനുഷ്യന് അനുകൂലമായി പറയുവാനല്ല ദൈവം എന്നെ കൊണ്ടുവന്നത്, ദൈവം എന്ത് പറയുന്നുവോ അത് ഞാൻ പറയും. അപ്പോൾ കള്ളപ്രവാചകന്മാർ മറ്റുള്ളവർക്ക് അവരുടെ ഗുണത്തിനായി അവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവചനം പറയും. ഇനി എട്ടാമത്തത് കള്ളപ്രവാചകന്റെ അടയാളം എന്ന് പറയുന്നത് ഫോസ്ക് പറയുന്ന പ്രവാചകന്മാർ. 1 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 7 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെ പിന്നിടത്തിൽ നിങ്ങൾ വായിച്ചു കൊള്ളണം. 18-ാമത്തെ വാക്യം മാത്രം ഞാൻ വായിക്കാം. അതിന് അവൻ, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ ഫോസ്കായി ഇരുന്നു. യൊരോബയാം എന്നതായ രാജാവ് അവൻ ധൂപം കാട്ടുവാൻ വേണ്ടി യാഗപീഠത്തിൽ നിൽക്കുമ്പോൾ യഹൂദ്യയിൽ നിന്ന് ഒരു പ്രവാചകൻ ബഥേലിൽ കടന്നു വന്ന് ഈ യൊരോബയാം ധൂപം കൊടുക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആ യാഗപീഠത്തിന് എതിരെ അവൻ പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വീട് 2 പിളർന്ന് അതിലെ ചാരമെല്ലാം താഴേക്ക് വീഴുവാനായിരുന്നു. ഇതിന് കണ്ടപ്പോൾ യൊരോബയാം രാജാവ് അവനെ പിടിക്കുക എന്ന് കൈ നീട്ടി, കൈ മടങ്ങിയില്ല. അതുകൊണ്ട് പ്രവാചകനെ വിളിച്ചു വരുത്തി അവൻ പറയുകയാണ്, നീ എന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് എന്റെ കൈ മുൻപോലായിരിക്കുവാൻ വേണ്ടി. അങ്ങനെ ആ പ്രവാചകന്റെ പേരവിടെ പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ യൊരോബയാം രാജാവിനോട് പ്രാർത്ഥിച്ച് അവന്റെ കൈ പടിയതുപോലെ സ്വസ്ഥമായി. ഇത് കണ്ടപ്പോൾ യൊരോബയാം രാജാവ് അവനോട് പറയുകയാണ്, നീ എന്റെ കൂടെ വരിക, നിനക്ക് സമ്മാനം തരും. ഉടൻ തന്നെ ഈ പ്രവാചകൻ യൊരോബയാം രാജാവിനോട് പറയുകയാണ്, നീ എന്റെ വീട്ടിലുള്ള പകുതിയോളം സമ്മാനം തന്നാലും ഞാൻ സ്വീകരിക്കുകയില്ല. ദൈവനോട് പറഞ്ഞിട്ടുണ്ട്, നീ വന്ന വഴി പോകരുത്, ഒന്നും ഭക്ഷിക്കരുതെന്നും കുടിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവന്റെ നന്മകളെ നിരസിച്ചുകൊണ്ട് അവൻ വഴി മാറിപ്പോകുവാനിടയായി. ഇതേ കാര്യത്തെ അവിടെ ആയിരുന്ന ബഥേലിലായിരുന്ന ഒരു വൃദ്ധനായ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഈ നേരത്തെയുള്ള പ്രവാചകൻ പറഞ്ഞ പ്രവചനം മൂലം നടന്ന അത്ഭുതങ്ങളെ കേട്ടറിഞ്ഞപ്പോൾ അവൻ കഴുതപ്പുറത്ത് ക്ഷേണം വെച്ച് ഈ നേരത്തെയുള്ള മുൻ പ്രവാചകനെ തേടി കടന്നു പോവുകയാണ്. വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടിയിട്ട് പറയുകയാണ്, നിന്നെപ്പോലെ ഞാനും ഒരു പ്രവാചകൻ ആയിരിക്കാം, എന്നാൽ ആ പ്രവാചകൻ
യഥാർത്ഥ പ്രവാചകനോട് പച്ച കള്ളം പറയുകയാണ്. ദൈവനോട് പറഞ്ഞ് നിന്നെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണമെന്നും ആഹാരം ഭക്ഷിക്കണം, വെള്ളം കുടിക്കുകയും ചെയ്യണമെന്ന് ദൈവം എന്നോട് പറഞ്ഞെന്ന് കാര്യങ്ങൾ ഈ യഥാർത്ഥ പ്രവാചകനോട് പറഞ്ഞ് അവൻ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം കൊടുത്ത് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിളിച്ചു കൊണ്ടുപോയ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി പറഞ്ഞ്, സത്യപ്രവാചകൻ വഴിമത്തിയെ വച്ച് ഒരു സിംഹം അവനെ കൊന്നുകളയുവാനിടയായി. കള്ളം പറയുന്ന കള്ളപ്രവാചകന്മാർ നിമിത്തം ഇതുപോലെ എത്രയോ നല്ല പ്രവാചകന്മാരും ദൈവമക്കളും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള വസ്തുത പലപ്പോഴും ഈ വ്യാജം പറയുന്ന കള്ളം പറയുന്ന പ്രവാചകന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് വളരെ ദുരിതമാണ്. വാ തുറന്നാൽ കള്ളമല്ലാതെ ചിലർ പറയുകയില്ല. പ്രവചനത്തിലും കള്ളം, ജീവിതത്തിലും കള്ളം, വ്യാജ പ്രവചനം പറയുമ്പോൾ അവർ പറയുന്നത് ദൈവം പറഞ്ഞ്, ദൈവാത്മാവ് പറഞ്ഞെന്നാണ്. ശ്രദ്ധിക്കണമേ, ദൈവം കൊടുക്കാതെ, ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കാതെ പ്രവചനം പറയുന്നവർ, ഒന്ന്, പറയാത്ത ദൈവത്തെ, ദൂത് കൊടുക്കാതെ ദൈവത്തെ കള്ളനാക്കുന്നു, ദൈവം പറഞ്ഞു. രണ്ട്, പരിശുദ്ധാത്മാവ് തന്നു പറഞ്ഞു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ കള്ളനാക്കുന്നു. മൂന്ന്, പറയുന്ന തങ്ങളെ തന്നെ അവർ കള്ളനാക്കുന്നു. നാല്, കേൾക്കുന്ന വിശ്വാസികളെയും കേൾവിക്കാരെയും കള്ളരാക്കുന്നു. വചനത്തിലും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ദൈവം തരാത്ത വാക്ക് പറയുമ്പോൾ എന്തൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിൽ വളരെ സൂക്ഷിക്കണമേ. കള്ളപ്രവാചകന്മാർ വ്യാജം പ്രവചനം പറയും. ജീവിതത്തിലും വാ തുറന്നാൽ കള്ളം തന്നെ. ഏത് വിഷയത്തെ എടുത്താലും നിസാര കാര്യത്തിന് പോലും കള്ളം പറയുന്ന പ്രവാചകന്മാർ, അത് അടയാളം. ഇവിടെ കള്ളപ്രവാചകന്മാരെന്നൊരു അടയാളമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പോസ്ക് പറയുന്ന ഏവനും തീപ്പൊയ്യിലേക്ക് പോകുമെന്നാണ്. പോസ്ക് പറയുന്ന പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഒൻപതാമത്തത്, കള്ളപ്രവാചകന്മാരുടെ അടയാളം വായ്പ വാങ്ങുന്നവർ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. ഈ 1 രാജാക്കന്മാർ 6-ാം അധ്യായം വായിക്കുമ്പോൾ എലിസ പ്രവാചകന്മാരുടെ കൂടെ ആയിരുന്ന പ്രവാചക ശിഷ്യന്മാർ മരം മുറിക്കുവാൻ വേണ്ടി അവർ പോകുമ്പോൾ ഒരുത്തൻ ഒരു കോടാരി വായ്പ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. വായ്പ വാങ്ങി മരം മുറിക്കുന്ന സമയത്ത് കോടാരി ഊരി വെള്ളത്തിലേക്ക് വീണു. അവൻ ഉടനെ നിലവിളിക്കുകയാണ്, അയ്യോ യജമാനനെ, ഈ കോടാലി വായ്പ വാങ്ങിയതാണ്. വായ്പ വാങ്ങുന്ന പ്രവാചകന്മാരും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ്. പുതിയ നിയമം പഠിക്കുമ്പോൾ വായ്പ വാങ്ങരുത് എന്നുണ്ട്. എന്നാൽ കാലഘട്ടത്ത് പല വിഷയങ്ങൾക്കും വായ്പ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അനേക പ്രവാചകന്മാരും ദൈവദാസന്മാരും ദൈവമക്കളും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നന്മകൾക്ക് വേണ്ടി മറ്റുള്ളവരെന്ന് വായ്പ വാങ്ങുന്നു. എന്നാൽ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അയ്യോ വായ്പ വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല എന്ന് നിലവിളിക്കുന്നവരുണ്ട്. ചിലരാകട്ടെ മുങ്ങുന്നവരുമുണ്ട്. വാങ്ങിയതുപോലെ കൊടുക്കാതെ അവർ സ്ഥലമിടുന്ന പലരും ഉണ്ട്. ചിലര് ചതിക്കുന്നവരുണ്ട്, ചിലര് തട്ടിക്കയറുന്നവരുണ്ട്. ഒരു തരത്തിൽ വായ്പ വാങ്ങുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എന്നാൽ വായ്പ വാങ്ങിയാൽ അതിനെ തിരിച്ചു കൊടുക്കേണ്ടതാ. തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ പറയുന്നത് ഞാൻ തരികയില്ല. പിന്നെ മറ്റുള്ളവരെ പറഞ്ഞ്
നീട്ടിക്കൊണ്ടുപോയി കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ പല അനർത്ഥങ്ങളിലേക്ക് അവർ നീങ്ങുന്നു. ചിലർ ആ സ്ഥലം വിട്ട് തന്നെ ഓടിപ്പോകുന്നു. ഈ വായ്പ കൊടുത്തവർ എന്നുമാത്രം വിഷമവും വേദനയും അനുഭവിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഇങ്ങനെ വായ്പ വാങ്ങിയിട്ട് മുങ്ങുന്ന പ്രവാചകന്മാർ, വായ്പ വാങ്ങുന്നവരും വായ്പ വാങ്ങിയിട്ട് കൊടുക്കാതെ മുങ്ങുന്നവരും ചതിക്കുന്നവരും കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെന്നാണ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നത്. അവരുടെ 10ാമത്തെ അടയാളം ജീവിതത്തിൽ ഫലം ഇല്ലാത്തവർ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ജീവിതത്തിൽ ആത്മീയ ഫലമില്ലാതെ കാണപ്പെടുന്ന പ്രവാചകന്മാർ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയിൽ വരുന്ന ചെന്നായ്ക്കൾ എന്നാണ് യേശു വിശേഷിപ്പിച്ചിരിക്കുന്നത്. കണ്ടാൽ പ്രവാചകൻ, എന്നാൽ അകമേ കടിച്ചു കീറുന്ന ചെന്നായി പോലെ. പുറമേ ആടാണ്, എന്നാൽ അകമേ കടിച്ചു കീറുന്ന ചെന്നായി പോലെയാണ്. ആത്മീയ ഫലങ്ങളില്ല. ആത്മീയ ഫലങ്ങളില്ല എങ്കിൽ അവർ യഥാർത്ഥ പ്രവാചകന്മാരല്ല എന്നാണ് യേശു പറയുന്നത്. ഇതെന്താ ആത്മീയ ഫലങ്ങൾ? സൺഡേ ക്ലാസ് പിള്ളേർക്ക് കൂടെ അറിയാം. ആത്മീയ ഫലങ്ങൾ എന്ന് പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത എന്നീ അനവധി ആത്മീയ സ്വഭാവങ്ങളെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച് തിരുവചനം വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ആത്മീയ ഫലങ്ങൾ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ തിരുവചനം പറയുന്നു ആടുത്തോലു പുതച്ചതായ ചെന്നായ്ക്കൾ എന്നാണ്. അവിടെ ഫലങ്ങളാൽ തിരിച്ചറിയാം എന്ന് യേശു പറയുവാനിടയായി. ഇവിടെ 11ാമത്തെ അടയാളം വിശുദ്ധ ജീവിതം ഇല്ലാത്തവർ. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 14-ാം വാക്യം. യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തന്റെ ദുഷ്ടത വിട്ട് തിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ കൊമോറോ പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാർ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. ജീവിത വിശുദ്ധി ഇല്ലാത്ത പ്രവാചകന്മാർ, തിരുവചനം അവരെ കള്ളപ്രവാചകന്മാരിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവിത വിശുദ്ധി, വാക്ക്, പ്രവൃത്തി, ജീവിതം, ശുശ്രൂഷ എന്നുള്ള മേഖലകളിലൊക്കെയും ഒരു വേർപാട്, ഒരു വിശുദ്ധിയുടെ ജീവിതം അവർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഈ കള്ളപ്രവാചകന്മാർക്ക് ഈ വിശുദ്ധിയുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും അവരിൽ കാണപ്പെടുവാൻ കഴിയുകയില്ല. കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിനെ കുറിച്ച് 11 കൂട്ടം കാര്യങ്ങളോട് ഓർപ്പിച്ചു. 1, ജഡത്തിൽ വന്ന ക്രിസ്തുവിനെ അവർ തള്ളിപ്പറയും. 2, അന്യദേവന്മാരെ സേവിപ്പാൻ അവരെ പ്രേരിപ്പിക്കും. 3, കൂലിക്കു വേണ്ടി അവർ പ്രവചനം പറയും. 4, പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നടക്കാതിരുന്നാൽ അവർ കള്ളപ്രവാചക ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 5, ജനത്തിന്റെ തെറ്റുകളെയും കുറവുകളെയും എടുത്ത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അവർ കള്ളപ്രവാചക ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 6, ഈ പ്രവാചകന്മാരെ കുറിച്ച് മറ്റുള്ളവർ പുകഴ്ചയായി പറയുമെങ്കിൽ, പ്രശംസിക്കുമെങ്കിൽ കള്ളപ്രവാചക ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 7, മറ്റുള്ളവർക്ക് അനുകൂലമായി, മറ്റുള്ളവർക്ക് ഗുണകരമായി സംസാരിക്കുന്നുവെങ്കിൽ അവർ കള്ളപ്രവാചക ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 8, ഫോസ്ക് പറയുന്ന, കള്ളം പറയുന്ന പ്രവാചകന്മാർ കള്ളപ്രവാചക ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 9,
വായ്പ വാങ്ങിയാലും കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ മുങ്ങുന്ന പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 10 ആത്മീയ ഫലമില്ലാത്തവർ കള്ളപ്രവാചകന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 11 വിശുദ്ധ ജീവിതമില്ലാത്തവർ കള്ളപ്രവാചകന്മാർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് യഹോവ ശത്രുവായി പ്രവർത്തിക്കും. യെരമ്യാ പ്രവചനം 23-ാം അധ്യായം 16 മുതൽ 32 വരയ്ക്കുമുള്ള വാക്യങ്ങളിലും 14-ാം അധ്യായം 14 വാക്യവും 15-ാം വാക്യത്തിലും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ എന്ന് പറഞ്ഞിട്ട് 32-ാം വാക്യത്തിൽ പറയുന്നത്, വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് പോസ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വക പ്രവർത്തിക്കുന്നവർക്ക് യഹോവ വിരോധിയായിരിക്കുന്നു എന്നാണ്. ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുന്നു. അവിടെ സ്വഭാവം പ്രധാനമായി 3 കാര്യങ്ങൾ അവിടെ മത്തായി സുവിശേഷം 24-ാം അധ്യായം 24-ാമത്തിൽ പറയുന്ന 3 കൂട്ടം കാര്യങ്ങളുണ്ട്. 1, അവർ കള്ളപ്രവചനം പറയും. 2, അനേകരെ അവർ തെറ്റിച്ച് കളയും എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ദൈവിക വിശ്വാസം വിട്ടവർ തെറ്റിച്ച് കളയും. 3, വലിയ അത്ഭുതങ്ങളെ അടയാളങ്ങളെയും ചെയ്യും എന്നാണ് പറയുന്നത്. അവരെക്കുറിച്ച് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താ മുന്നറിയിപ്പ്? മത്തായി 24:26 1, അങ്ങനെയുള്ള പ്രവാചകന്മാർ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, മരുഭൂമിയിൽ ഇരിക്കുന്നു എന്ന് അറവീട്ടിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോകരുത്. 2ാമത് കർത്താവ് പറയുന്നു, അങ്ങനെ പറയുന്നവരിൽ വിശ്വസിക്കുകയും അരുത്. യേശു ക്രിസ്തുവിന് വരവിന് മുൻപ് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകി. ഈ കാലഘട്ടത്തിലും ധാരാളം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഈ കള്ളപ്രവാചകന്മാർ അടയാളമുള്ളവരെ നാം തിരിച്ചറിയണം. എന്നാൽ ഇതിന്റെ മധ്യേയും യഥാർത്ഥമായി ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് യഥാർത്ഥമായി ദൈവത്തിന്റെ ആലോചന കേട്ട് ആലോചന പറയുന്ന ദൈവപ്രവാചകന്മാരുണ്ട്. അങ്ങനെയുള്ള ദൈവപ്രവാചകന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് അവരെ കുറിച്ച് നന്ദി പറയുന്നു. അങ്ങനെയുള്ളവരെ കർത്താവ് മേലും അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളായ നമുക്ക് യേശു മുന്നറിയിപ്പ് നൽകി കർത്താവിന്റെ വരവിന് മുൻപ് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന്. ആ കള്ളപ്രവാചകന്റെ അടയാളങ്ങളെ കുറിച്ച് 11 കൂട്ടം കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിപ്പാൻ ഇടയായിത്തീർന്നു. തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ചതിയിൽ വീഴാതെ, അവരെ അന്വേഷിച്ചു പോകാതെ, ദൈവത്തിന്റെ ആലോചനയിൽ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തിനാ ജീവിക്കാം. ദൈവദാസന്മാരായ നമുക്കും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ ആലോചനയും യഥാർത്ഥമായി അവർക്ക് പ്രബോധിപ്പിച്ച് ഉപദേശിച്ച് സുവിശേഷീകരിച്ച് കർത്താവിന്റെ വരന് വേണ്ടി അവരെയും ഒരുക്കാം. തുടർന്ന് വരുന്ന വീഡിയോയിൽ യഥാർത്ഥ പ്രവാചകന്മാർ ആരാണ്, അവർക്കുള്ള അടയാളങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതുവരയ്ക്കും ദൈവം തന്നെ നമ്മെല്ലാവരെയും കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. മാരാനാഥ. May God bless you.